മുമ്പത്തെ എല്ലാ വേൾഡും പോയി. കാരണം ഞാൻ വേൾഡൊന്നും സേവ് ചെയ്തിട്ടില്ല. അപ്ഡേറ്റ് ആക്കിയപ്പോൾ വേൾഡും പോയി, നമ്മുടെ സ്കിന്നും പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കിന്ന് നമ്മൾ തിരിച്ചെടുക്കും, പുതിയ സ്കിൻ ഉണ്ടാക്കാന്നുള്ളൂ. എന്തായാലും പുതിയ ലെറ്റ്സ് പ്ലേ തുടങ്ങേണ്ടി വരും. എന്തായാലും സാധാ പോലത്തെ അല്ല ഞാൻ തുടങ്ങണത്. ഞാൻ എന്തായാലും ഹാർഡ് കോറിൽ ഇട്ടുണ്ട്. ഹാർഡ് കോറിൽ പിന്നെ ഷോ കോർഡിനേറ്റ് ഷോൻ്റെ എന്തായാലും ഞാൻ വേൾഡും സ്റ്റാർട്ടാവട്ടെ. ഇന്നത്തെ ദിവസം എന്തായാലും വേൾഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് ഇതിപ്പോൾ കുറച്ച് പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ ഫുഡിനെ പറ്റി തുടങ്ങാം. അല്ലാ ലൈഫ് കാണുമ്പോൾ പേടിയാണ്, ചത്താണ്. ഫസ്റ്റ് തന്നെ നമുക്ക് മറ്റേ ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഇതിൽ ബെഡ് മസ്റ്റാണ്. ഒന്നാമത് ഹാർഡാണ് കിടക്കണത്, ഹാർഡ് കോർ ആയതുകൊണ്ട്. ഇപ്പോൾ അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിള് പിക്കപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വട്ടം ഒരു പിക്കാക്സും ഉണ്ടാക്കി കൈ പിടിക്കാം. ഇത്ര അടുത്തൊന്നും ഞാൻ പോണില്ല. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അഥവാ കുഴി പെടേണ്ട ആവശ്യം വന്നാലും മുഞ്ചും. ഇനി നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കാൻ പോകണം. ഇതിപ്പോൾ ഞാനിപ്പോൾ 3 ഷീപ്പിനെ കണ്ടുപിടിച്ച് ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് എവിടെ നോക്കിയാലും ഷീപ്പ് വരും. ആവശ്യമുള്ള നേരത്തെ ഒരിക്കലും ഈ സാധനത്തിന് കിട്ടാൻ പോണില്ല. എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പം എന്തായാലും ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. എന്തായാലും ഒരു കുഴി കണ്ടിട്ടുണ്ട്. സോംബീസൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വെച്ചിട്ട് ഞാൻ ചോറ് ഇപ്പം തന്നെ എടുത്തേക്കാം. ഒരു 6 സ്റ്റോൺ, കാരണം സ്റ്റോൺ ടൂൾസ് ഇപ്പം തന്നെ അയക്കാം. ഈ എപ്പിസോഡിൽ എന്തായാലും ടാർഗറ്റ് ആണ് ഡ്രാഗനെ കൊല്ലുക. ഇതെന്തായാലും ചെയ്തിരിക്കുന്നല്ല, ചെയ്യാൻ പറ്റണം. ഇവിടെ പിഗ്ഗിനുണ്ട്. പിഗ് കൗവ് ഡേ ഞാനത് വില്ലേജാന്ന് വിചാരിച്ചു പോയി. അല്ല വേണ്ടൊക്കെ കുഴി കാണുന്നില്ല. അപ്പോൾ കൗവ് കൗവിനും കിട്ടി. ഈ കിട്ടും നിൽക്കാൻ സേഫല്ല. ടോർച്ച് കോളും ഇല്ല, മണ്ണാങ്കട്ടല്ല. ഞാൻ എന്തായാലും ഷീപ്പിനെ കണ്ടുപിടിച്ചതിൻ്റെ ശേഷം നിങ്ങളെ കാണിക്കാം. അതൊരു കാട്ടിലേക്ക് എത്തി. ജംഗിൾ എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷീപ്പിനെ കിട്ടിയില്ല, എന്തായാലും ജംഗിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യം ഇപ്പം തന്നെ ഒന്ന് സ്റ്റോൺ ടൂൾസും കാര്യങ്ങളൊക്കെ ആവട്ടെ. ഇതാണ് മസ്റ്റ് പ്രയോറിറ്റി. ഇവിടെയുള്ള വാട്ടർ മെലണൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. ഫുഡ് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഹാർഡ് കോറാണ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമുള്ളൊരു പ്ലേസാണ് ഈ ജംഗിള്. അപ്പുറത്ത് പോകലും ടാസ്ക്കാണ്. ഇവിടെ പണ്ടാറ് ഒരു ഷീപ്പ് വേണമെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്ന് ഈ ഭാഗത്ത്. ഒറ്റൊരു ഷീപ്പിന് എത്ര നേരമായിട്ടും കണ്ടിട്ടില്ല. വേള് വാങ്ങിയിട്ട് എന്താ ഇന്നിപ്പോൾ എന്തോ അടിച്ച് ഇവിടെ ക്രീപ്പർ ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ സേഫ് അല്ല എന്നൊക്കെ അറിയാം. അതൊന്നും മെല്ലെ നടക്കാം. നല്ല ഭാഗ്യമുണ്ട്. ഷീപ്പ് ഫൈനലി ഐ ഗോട്ട് 1 ഷീപ്പ്. ഇവൻ എനിക്കുള്ളതാണ്. പറട്ടെ ഡൈ ചെയ്യാന്നുള്ള നമുക്ക്.
ഈ മണ്ടക്ക് കയറട്ടെ ഞാൻ എങ്ങനെയാലും, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. ജംഗിൾ മാറിയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നോർമൽ ബയോമായി. ജംഗിൾ എന്തായാലും വീഡിയോയിൽ ഉള്ളതുകൊണ്ട് അല്ല, ജംഗിൾ തന്നെയെന്ന് തോന്നുന്നു. ഈ ഭാഗം ജംഗിളാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ബാമ്പു കിട്ടിയെങ്കിൽ നമുക്കൊന്ന് മെല്ലെ കൂട്ടാവായിരുന്നു ഇവിടുന്ന്. ബാമ്പ് തന്നെ മുത്ത് വിടണ്ട. ഒരേ ഒരെണ്ണത്തിനെങ്കിലും ഏത് കാറ്റഗറി ആയാലും കുഴപ്പമില്ല. കറുപ്പാ ചുവപ്പാ നീല എന്തെങ്കിലും തന്നാൽ മതി. അടിസ്പോണാവരുത്. ആകള് കട്ടുരം എവിടെ പടച്ചോനെ. ഒന്നാമത് ഞാൻ മൂഞ്ചി കുത്തിയിരിക്കാണ്. അടുക്കളിപ്പിക്കേ. ഷീപ്പിനല്ലേ ഞാൻ കണ്ടപ്പോ. പറ്റണ്ടേലും ഇപ്പൊ ഞാനിതാ ഒരു കുഴിയിൽ കയറി ഇരിക്കുന്നുണ്ട്. നൈറ്റായി. ഒരു ആടിനും കിട്ടിയില്ല, ഒരു തേങ്ങയും കിട്ടിയില്ല. എന്തായാലും നമുക്ക് രാവിലെ ആണോ വരെ ഇവിടെ നിന്ന് കുഴിക്കേണ്ട വരും. എന്തെങ്കിലും കിട്ടണ വരെ ഒരു ടോർച്ച് എന്തായാലും ഉണ്ടാക്കണം. അതിനുമുമ്പ് ഞാനിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഫർണസ് ഉണ്ടാക്കട്ടെ. ഫർണസ് ഉണ്ടാക്കാം. അയ്യോ, ചാർക്കോൾ ഉണ്ടാക്കാം. നമുക്ക് വുഡ് തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർക്കോൾ കിട്ടും. ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡില്ലെങ്കിൽ ഇപ്പം നമ്മൾ പെടാവും. എന്തായാലും കുറച്ച് ബ്ലോക്ക് എടുത്ത് കൈ വെച്ചേക്കാം. എപ്പോഴാ ഉപകാരപ്പെടാന്ന് പറയാൻ പറ്റില്ല. കോളും കിട്ടി. എന്തായാലും ഞാൻ ഈ കോളൊന്ന് ഫുള്ള് കളക്ട് ചെയ്യട്ടെ. ഇപ്പം ഞാൻ ഈ കോപ്പർ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഇപ്പോൾ കോപ്പർ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ടൂൾസും ആർമറും ഉണ്ടാക്കാം. അപ്പം ഞാൻ കോപ്പർ കിട്ടിയ സ്ഥിതിക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ. ചെറിയൊരു പ്രൊട്ടക്ഷനും ആയി. എന്തായാലും ഞാൻ എന്താ പറയുക, മെൽറ്റ് ചെയ്യാനല്ലേ. ഇതിലാണെങ്കിൽ ഇപ്പം അത്യാവശ്യം കോളും ഉണ്ട്. എന്തായാലും ഞാൻ കോപ്പർ ഇനിയും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. മേലെ ഇപ്പോഴും ഒരു അനക്കല്ല. എന്തായാലും കിട്ടിയ കോപ്പർ കൊണ്ട് ഞാൻ കുറച്ച് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് പ്ലേറ്റ് മുഖ്യമാണ്. കൂടുതൽ ഡാമേജ് അങ്ങനെ കുറക്കാൻ പറ്റും നമുക്ക്. അത് ഹാർഡ് കോർ ആയതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ പ്രിപ്പറേഷൻ എടുക്കണത്. വേറെ വലിയ സാധാ സീരിയസ് ആണ് ഞാൻ ഈ കോപ്പർ തൊട്ട് വെക്കില്ല. ഞാനിങ്ങനെ അടിക്ക് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീണാലും ഡാമേജ് ഒന്നും അങ്ങനെ എടുക്കേണ്ടതാണ്. എന്താണ് നേരം വിളിക്കണില്ല അതിൽ. ഇപ്പം എന്തായാലും ഒരു ഡേ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. എന്തായാലും മേലൊക്കെ നോക്കിയാൽ കാണാം. ഒരു ഡേ ഇപ്പം കംപ്ലീറ്റ് ആവും. ഡേ 1 കാണിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഡേ 1 കാണിക്കണില്ല. പണ്ട ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചാടിച്ചാവും. പക്ഷേ ഇത് എപ്പിസോഡ് ഇപ്പം തന്നെ തീരുമ്പോൾ ഡേ 1 ആയിട്ട് ഞാൻ എന്തായാലും കിട്ടിയ കോപ്പർ കൊണ്ട് ഇപ്പം തന്നെ ആർമർ ഉണ്ടാക്കട്ടെ. ഒരു ലെഗിൻസ്, ഹെൽമെറ്റ്, ബൂട്ട്, പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടായി കൈ പിടിക്കാം. ഒരു ആക്സും കൂടി ഉണ്ടാക്കാനുള്ളത് വന്നുണ്ട്. ഒരു ആക്സ്. ഇപ്പം എന്തായാലും നമ്മൾ അടുത്ത വീഴാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ഞാൻ അത് ഓണാക്കില്ല എന്ന് തോന്നുന്നു. അതും ഇനി ഓണാക്കണ്ട. കിട്ടേയില്ല. ഇനി ക്യാമറയിൽ നിന്ന് കണ്ടുപിടിക്കണം. എന്തായാലും ഞാൻ മേലേക്ക് പോട്ടെ.
ഡേയ് അയ്യോ. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഫുൾ സെറ്റാക്കണമായിരിക്കും. സ്കിൻ സെറ്റാക്കണം. ഒക്കെ നമ്മളെ വേൾഡ് പോയതാണ്. എന്തായാലും കഷ്ടപ്പെട്ടെന്ന് അറിയില്ല. ക്രീപ്പർ എന്തെങ്കിലും സോമ്പി തൊണ്ടാറോ കാലം ഇതൊന്നും മയ്യാക്കൊന്നും ജീവിക്കട്ടായി. ഇവിടെ പാരറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പാരറ്റിനൊന്നുമല്ല ആവശ്യം. അവരൊക്കെ നമ്മൾ പിന്നെ എടുക്കാൻ വരും. നമുക്ക് ഇവിടെ തന്നെ ബേസ് ഉണ്ടാക്കണമെന്ന് ആലോചിക്കണത്. എന്തായാലും ബേസ് ഉണ്ടാക്കണ അടുത്ത എപ്പിസോഡിൽ നോക്കുള്ളൂ. എന്തായാലും കമൻറ്റ് ചെയ്യും. ഈയിടെയായിട്ട് ഞാൻ വീഡിയോ ഇടാൻ നല്ല ലേറ്റ് ആവാനുണ്ട്. കാരണം ഞാൻ വീട്ടിൽ ഉണ്ടാവില്ല. ഫങ്ഷനാണ് ഫുള്ള്. സോമ്പി പോയിട്ടുണ്ട് എവിടുന്നെങ്കിലും. എനിക്ക് ഞാൻ ആർമറിട്ടില്ല. ഇപ്പോൾ പ്രൊട്ടക്ഷനെങ്കിലും ഉണ്ട്. എന്തെങ്കിലും പറയാം. എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഉറച്ചു. ഓ ഹൈവ കറക്റ്റ്. ഓക്കെ. എൻ്റെ മോനെന്തപ്പോൾ ഇങ്ങനെ ഇത് അപ്ഡേറ്റ് കൊടുക്കുന്നതാണോ? നിങ്ങൾ കാരണം ഞാനിപ്പോൾ നടക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ഞാൻ പോണില്ല. തൽക്കാലത്തിന് നല്ല സ്പോട്ട് കണ്ടിട്ട് ഞാനിപ്പോൾ നിർത്താം. ഇതൊക്കെ കുറച്ച് മണ്ടക്കായതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാത്തത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മറ്റേ ഈ ഗ്രാസില്ലേ, പ്രത്യേക ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫുള്ള് ഗ്രീനിഷ്. ഇതിപ്പോൾ എവിടെ ഇപ്പം നിർത്തുക? നിർത്താൻ പറ്റിയൊരു സ്ഥലമല്ലല്ലോ. വൈൻഡപ്പ് ചെയ്യണം എന്തായാലും. ഈ എപ്പിസോഡ് ഇനിയിപ്പോൾ ഒരു 11:30 ഉള്ളിൽ ഇടാൻ നോക്കും ഞാൻ. റെക്കോർഡ് ഒരു 10 മണിക്കാണ്. ചാവാണ്ട് എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം കിട്ടണേ. ലാഗ് എന്ത് ഈ ഭാഗത്ത്. തൽക്കാലത്തിന് നമുക്ക് ഇവിടെ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഇവിടെയാണ് ഇപ്പോൾ നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മളെ മറ്റേ ക്യാരക്ടറിന് എന്തായാലും ഞാൻ ഈ തമ്പനയിൽ ഉൾപ്പെടുത്താൻ നോക്കുള്ളൂ. അടുത്ത എപ്പിസോഡ് ഇട്ടിട്ട് ഞാൻ ക്യാരക്ടറിനെ മാറ്റണമായിരിക്കും. അവിടെ ബെഡ് ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ലൈറ്റ് ആയിട്ടാണ്. ഞാൻ എന്തായാലും കുറച്ച് ലോങ് വീഡിയോ ഇടാൻ നോക്കാം ഞാൻ. സെറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യാം. അടുത്ത മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡായിട്ട് വരാം. അതെല്ലാവർക്കും ബൈ.